കേരളത്തിൽ ജൂൺ 28-ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടക്കും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അന്ന് പോളിയോ തുള്ളിമരുന്ന് നൽകാനാണ് ആരോഗ്യ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്ത് ഏകദേശം 19.8 ലക്ഷം കുട്ടികളെയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിനായി 22,000-ലധികം ബൂത്തുകളും 1000-കണക്കിന് ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും സജ്ജമാക്കിയിട്ടുണ്ട്. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്കൂൾ തുടങ്ങി ജനങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനാകുന്ന സ്ഥലങ്ങളിലായിരിക്കും ബൂത്തുകൾ പ്രവർത്തിക്കുക. യാത്രക്കിടയിലുള്ള കുട്ടികൾക്കും തുള്ളിമരുന്ന് ലഭ്യമാക്കാൻ റെയിൽവേ സ്റ്റേഷനുകൾ, ബസ് സ്റ്റാൻഡുകൾ, ബോട്ട് ജെട്ടികൾ എന്നിവിടങ്ങളിലും പ്രത്യേക ബൂത്തുകൾ ഒരുക്കിയിട്ടുണ്ട്. 2011 ശേഷം ഇന്ത്യയിൽ പോളിയോ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും ചില അയൽ രാജ്യങ്ങളിൽ രോഗം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ ജാഗ്രത തുടരേണ്ടതുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ജൂൺ 28-ന് ബൂത്തിലെത്താൻ കഴിയാത്ത കുട്ടികൾക്കായി ജൂൺ 29-നും 30-നും ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി തുള്ളിമരുന്ന് നൽകും. അതിനാൽ 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും പോളിയോ തുള്ളിമരുന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തണമെന്ന് ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്.